അമൃത മിസ് ആണ്. നമ്മുടെ LSS എക്സാം ഒക്കെ ഇങ്ങ് എത്താറായില്ലേ? അപ്പൊ എല്ലാവരും നമ്മുടെ പ്രിപ്പറേഷൻസിന്റെ അവസാന റൗണ്ടിലായിരിക്കും. ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യുന്ന മക്കൾക്കറിയാം, എല്ലാ ചോദ്യ പേപ്പറിലും ഒരുപോലെ വരുന്ന ഒരാൾക്കാരാണ് ആര്? പാറ്റേൺസ് അല്ലെ? പാറ്റേൺസിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് 3 ഇമ്പോർട്ടൻ്റ് ആയ പാറ്റേൺസ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി തരാനാണ്. ഈ പാറ്റേൺസ് പൊതുവെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാറ്റേൺ ആണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, അയ്യോ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ള ചെറിയ ടെൻഷൻ ഉണ്ടാവും. ഈസിയാണ്, അതെങ്ങനെയാണ് ചെയ്യാന്ന് മിസ് വേഗം പറഞ്ഞുതരാം. ഒന്നാമത്തെ പാറ്റേൺ നമുക്ക് എടുക്കാം. ഓക്കെ, ഈ പാറ്റേൺ നമുക്കൊന്ന് ഇവിടെ എഴുതി നോക്കാം. 5, 10, 9, 18, 17. ഇതിന് നെക്സ്റ്റ് നമ്പർ ഏതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത നമ്പർ ഏതാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ 5നെ എടുക്കുന്നു. 5നോട് ഏത് നമ്പർ കൂട്ടിയാൽ 10 കിട്ടും? 5നേക്കാളും വലുതാണല്ലോ 10. 5നോട് ഏത് നമ്പർ കൂട്ടിയാൽ 10 കിട്ടും? മിസ്സേ, 5നോട് 5 കൂട്ടിയാൽ 10 കിട്ടും. സോ സിമ്പിൾ, വളരെ എളുപ്പമാണ് അല്ലേ? അതേപോലെ 10ൽ നിന്ന് ആരെ കുറച്ചാലാണ് 9 കിട്ടുക? 10നേക്കാളും ചെറുതല്ലേ 9? 10ൽ നിന്ന് 1 കുറച്ചാൽ 9. ഓക്കെ, ഇനി അടുത്ത നോക്കി 9. 9നോട് എത്രയോ കൂട്ടിയാൽ 18 കിട്ടും. ആരെയോ കൂട്ടേണ്ടത്? 9നോട് 9 തന്നെ കൂട്ടിയാൽ 18. ആഹാ, കളി കൊള്ളാലോ. 18ൽ നിന്ന് എത്ര കുറച്ചാലാ 17? 18ൽ നിന്ന് 1 കുറച്ചാൽ 17. അപ്പൊ അടുത്ത നമ്പർ എന്തായിരിക്കണം? 17നോട് 17 തന്നെ കൂട്ടുന്നതായിരിക്കണം അടുത്ത നമ്പർ. 34. അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 34 ആണ്. സംഗതി കിട്ടിയില്ലേ? അതേപോലെയുള്ള രണ്ടാമത്തെ ചോദ്യം നമുക്ക് ചെയ്തു നോക്കിയാലോ? രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. അതിനുവേണ്ടി പാറ്റേൺ മിസ് ആദ്യം എഴുതുവാണ്. 4, 8, 7, 14 ഡാഷ്. അടുത്ത 2 നമ്പറുകൾ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിക്കോളുക. ആദ്യത്തെ നമ്പറിനോട് 4നോട് 4 കൂട്ടിയപ്പോഴാണ് 8 കിട്ടിയത്. 4നോട് 4 അതേ നമ്പർ കൂട്ടിയപ്പോൾ 8 കിട്ടി. ഇനിയോ 8ൽ നിന്ന് 1 കുറച്ചപ്പോൾ 7. 7നോട് 7 കൂട്ടിയപ്പോൾ 14. 14ൽ നിന്ന് 1 കുറച്ചപ്പോൾ 13. അപ്പൊ ഇവിടെ 13 വരും. ഇനി 13നോട് 13 തന്നെ കൂട്ടിയാൽ 26. അതാണ് അടുത്ത സംഖ്യ. അങ്ങനെ പാറ്റേൺ പോകും. സിമ്പിൾ പാറ്റേൺ ആണല്ലേ? ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഇതേപോലത്തെ ഒരു ചോദ്യം കൂടെ ചെയ്യാം നമുക്ക്. ഈ ചോദ്യം മൂന്നാമത്തെ ചോദ്യം. നമ്പർ എഴുതുക. 3, 6, 5, 10 ഡാഷ്. അടുത്ത 2 നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ എടുക്കുന്നു 3. 3നോട് ഏത് നമ്പർ കൂട്ടിയാൽ 6 കിട്ടും? 3നോട് 3 കൂട്ടിയാൽ 6 കിട്ടും. ഇനി അടുത്ത നമ്പർ 5ആണ്. 6നേക്കാളും ചെറുതാണ്. അപ്പൊ നമുക്കറിയാം 6ൽ നിന്ന് 1 കുറച്ചാലാണ് 5 കിട്ടുക. അടുത്തത് എന്താ? 10. അപ്പൊ 5നോട് 5 കൂട്ടിയപ്പോഴാണ് 10. അടുത്ത നമ്പർ എന്താ? 10ൽ നിന്ന് 1 കുറച്ചാൽ 9. അപ്പൊ അടുത്ത നമ്പർ 9. അടുത്തതോ 9നോട് 9 കൂട്ടിയാൽ 18. അടുത്ത നമ്പർ 18 എന്ന്. ഈ പാറ്റേൺ ആണ് കണ്ടിന്യൂ ആയി പോകുന്നത്. സിമ്പിൾ അല്ലേ? അപ്പൊ ഇതേപോലെയുള്ള ഒരുപാട് പാറ്റേൺസ് ഈ LSSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മക്കൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോ ചോദ്യങ്ങളും ഓരോ രീതിയിലായിരിക്കും ചെയ്യേണ്ടത്. അപ്പൊ ഒളിഞ്ഞിരിക്കുന്ന പാറ്റേൺ ഏതാന്ന് കണ്ടുപിടിക്കണം. അത് അടിപൊളിയായിട്ട് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ എല്ലാവരും മക്കളെ കാണാൻ വേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യാം, മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും എന്ത് ചെയ്യട്ടെ, പഠിച്ച് നമ്മുടെ LSS നേടട്ടെ അല്ലേ? സോ അത്രയേ ഉള്ളൂ മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.